ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് നമുക്കൊരു സൂപ്പർ വളം ഉണ്ടാക്കിയെടുത്താലോ? ₹1 പോലും ചിലവില്ലാതെ നമുക്കൊരു അടിപൊളി വളം ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ ചേർത്തിട്ടാണ് എൻ്റെ തക്കാളി തൈകളൊക്കെ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വീട്ടിലെ അടുക്കളയിൽ വന്ന വേസ്റ്റാണ്, പച്ചക്കറിയുടെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ വേസ്റ്റ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നാരങ്ങ, പിന്നെ പൂനാരങ്ങ, ലെമൺ, ഇതിൻ്റെ ഒന്നും തൊലിയൊന്നും ചേർക്കാതിരിക്കുക. ബാക്കി എല്ലാത്തിൻ്റെയും വേസ്റ്റ്, ഉള്ളി, മുട്ട, പിന്നെ വെള്ളരിത്തോട്, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്, അങ്ങനെ വരുന്ന എല്ലാ പച്ചക്കറി വേസ്റ്റും എല്ലാം വേവിച്ച വേസ്റ്റ് ആവരുത്, പച്ചക്കുള്ള വേസ്റ്റ്, അതിൻ്റെ തോല്, പിന്നെ ചായപ്പൊടിയുടെ ചണ്ടി, ഇതൊക്കെ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കട്ടൻ ചായ കേട്ടോ, പാൽ ചായൻ്റെ ഒഴിക്കരുത്, കട്ടൻ ചായൻ്റെ വേസ്റ്റ്, ഇതൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. കൂടെ ഇതിന് ഏറ്റവും ബെനിഫിറ്റ് നൽകുന്ന ഒരു സാധനമാണ് ഈ കറ്റാർ വാഴ. അപ്പോൾ എൻ്റെ കറ്റാർ വാഴ ഒന്നപ്പടി ഒടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 2-3 തണ്ടും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു സാധനമാണ്, സൂപ്പറാണ്. നമ്മുടെ ചെടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വളം തന്നെയാണ് ഈ കറ്റാർ വാഴ. ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ നമ്മുടെ വളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ പഴത്തിൻ്റെ തൊലി ഇങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ, മുട്ടയുടെ തൊലിയൊക്കെ ചേർക്കുമ്പോൾ പുഴുങ്ങാതെ എടുക്കുക. പച്ചയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ മാത്രം തൊലി കാര്യങ്ങൾ ഉപയോഗിക്കുക. ഇതൊക്കെ നല്ല രീതിയിൽ മുട്ടയൊക്കെ ഒന്ന് പൊടിച്ച്, തോട് പൊടിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പഴത്തിൻ്റെ തൊലിയൊക്കെ നല്ല രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷമാണ് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ വേസ്റ്റുകളെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മിക്സിയിലിടുന്നുണ്ട്. അതിൻ്റെ കൂടെ കറ്റാർ വാഴ ഒരു 2-3 തണ്ടെടുത്തിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലുള്ള മുള്ളും കാര്യങ്ങളൊന്നും പോക്കണ്ട, അതുപോലെ തന്നെ അരിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കി എടുക്കണം. കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യണം, അത് അടിച്ചെടുക്കുക. നല്ല രീതിയിൽ തന്നെ അടിച്ച് പേസ്റ്റാക്കി എടുക്കുക. പിന്നെ ചില പച്ചക്കറീൻ്റെ നാരുകളൊന്നും ചിലപ്പോൾ അടിഞ്ഞ് കിട്ടില്ല, അത് നമ്മൾ വെള്ളം ചേർക്കല്ല. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളം, അരി കഴുകിയ വെള്ളമുണ്ട്, പരിപ്പ്, കടല, അങ്ങനത്തെ ഒക്കെ കഴുകിയ വെള്ളം, ആ കഴുകിയ വെള്ളം മാറ്റി വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ഒഴിച്ച് ഈ മിക്സ് ഒന്ന് സെറ്റാക്കി എടുക്കുക. ആ നേരത്തിന് നമ്മൾ കൈയിട്ട് തന്നെ അതിലെ അടിയാത്ത വലിയ നാരുകളൊക്കെ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഇത് ഞാനൊരു പാട്ടയിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അതിൽ നമ്മുടെ ലെമണിൻ്റെ തോട്, പൂനാരങ്ങേൻ്റെ തോട് ഇട്ട് വെച്ചതാണ്. അപ്പോൾ അത് ഞാൻ കറിവേപ്പിലേൻ്റെ തൈക്ക് ഇട്ട് കൊടുത്താണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിന് പോകുന്നത്. ഈ വളത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബക്കറ്റ് നിറയെ ചെയ്യുന്നുണ്ട്, വെള്ളം എടുക്കുന്നുണ്ട്. ഇവിടെ സാധാരണ പച്ചവെള്ളം ബക്കറ്റ് നിറയെ എടുത്തതിന് ശേഷം നേർപ്പിച്ചെടുക്കുക. നമ്മുടെ വളം നല്ല രീതിയിൽ നേർപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ ചെടിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ പെട്ടെന്ന് കരിഞ്ഞു പോകാനും വാടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നേർപ്പിച്ചെടുക്കുക. ഇത് നല്ലൊരു സൂപ്പർ വളം തന്നെയാണ്. അപ്പോൾ നേർപ്പിച്ച് ഞാൻ ഓരോ ചെടിയുടെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ വെറുതെ വെള്ളവും വളവും മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഒരു 2-3 ദിവസം കൂടുമ്പോൾ നമ്മുടെ ചട്ടീൻ്റെ അടിയിൽ മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ കമ്പെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി വിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ദിവസം അങ്ങനെ വെള്ളം ഒഴിക്കുകയും വളം ചെയ്യുകയും ചെയ്തിട്ട് അതങ്ങനെ ഹാർഡായി പോവും, നല്ല കട്ടിയായിട്ട് വരും. നമ്മുടെ ചെടിയുടെ ചുവടൊക്കെ നല്ല രീതിയിൽ കട്ടിയായിട്ട് വരും. അപ്പോൾ വേരോട്ടമൊന്നും മര്യാദയ്ക്ക് നടക്കില്ല. അതുകൊണ്ട് തന്നെ ചെടി പൂക്കാനും കായ്ക്കാനൊന്നും പറ്റാതാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ വളങ്ങളൊക്കെ ചേർത്തിട്ട് എന്താ ഇത് പൂക്കുകയും കായ്ക്കുകയൊന്നും ചെയ്യാത്തത്. അപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവങ്ങളും ടിപ്സുമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ചെടീൻ്റെ മണ്ണ് എപ്പോഴും ഇളക്കമുള്ള മണ്ണായിരിക്കണം, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കൊടുക്കുക. അപ്പോൾ പച്ചമുളകിനും വെണ്ടയ്ക്കൊക്കെ ഞാനിത് ഈ വളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആഴ്ചയിലൊരിക്കലായിട്ട് നമുക്കിങ്ങനെ വളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പൂവും കായും ഒക്കെ പെട്ടെന്ന് ഉണ്ടായി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കൃഷി വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബായ്.